സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെയിൽവേ എഞ്ചിനീയറിംഗിൻ്റെ MCQ സെക്ഷനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും റെയിൽവേൻ്റെ അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഏരിയ എല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പം റെയിൽവേ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. നിങ്ങൾ ഈ ഒരു സെക്ഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊരു എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിക്കുക. ഇപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓപ്ഷൻ കറക്റ്റ് ഉണ്ടാവില്ല, അതിൽ ബാക്കി ഓപ്ഷൻസിന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ മാക്സിമം നമ്മൾ റിവിഷൻ നടക്കില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. എക്സാം എഴുതി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ മാർക്ക് നോക്കി നിങ്ങൾക്ക് സ്വയം വിലയിരുത്താവുന്നതാണ്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ റെയിൽ സെക്ഷൻ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ ഈസ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഐ സെക്ഷൻ, ഓപ്ഷൻ ബി ഡബിൾ ഹെഡഡ് സെക്ഷൻ, ഓപ്ഷൻ സി ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ, ഓപ്ഷൻ ഡി ബുൾ ഹെഡഡ് റെയിൽ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരിക റെയിൽ സെക്ഷൻ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏത് റെയിൽ സെക്ഷനാണ് നമ്മൾ ഇന്ത്യയിൽ മോസ്റ്റ്ലി യൂസ് ചെയ്ത് വരുന്നത്? നമുക്ക് ഒരുപാട് സെക്ഷൻസ് നിങ്ങൾക്ക് അറിയാനുണ്ടാവും അല്ലേ. ഡബിൾ ഹെഡഡ് റെയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബുൾ ഹെഡഡ് റെയിൽ വരുന്നുണ്ട്, ഫ്ലാറ്റ് ഫുട്ടഡ് റെയിൽ വരുന്നുണ്ട് അല്ലേ. അപ്പം ഇതിൽ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരിക ഫ്ലാറ്റ് ഫുട്ടഡ് റെയിലാണ്. ഓപ്ഷൻ സി അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇപ്പം നമ്മളുടെ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് യൂസ്ഡ് ഇൻ ഇന്ത്യ എന്നാണെങ്കിലോ ഏത് ടൈപ്പ് ഓഫ് റെയിലാണ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരിക ഡബിൾ ഹെഡഡ് റെയിലാണ് അല്ലേ. മാറിപ്പോകരുത്. മോസ്റ്റ് യൂസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നത് ഫ്ലാറ്റ് ഫൂട്ടഡ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് റെയിൽ യൂസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഡബിൾ ഹെഡഡ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ക്രീപ്പിംഗ് ഓഫ് റെയിൽ ക്യാൻ ബി ചെക്ക്ഡ് ബൈ. ഏത് വെച്ചിട്ടാണ് ക്രീപ്പിംഗ് ഓഫ് റെയിൽ ചെക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ എ സ്പൈക്സ്, ഓപ്ഷൻ ബി ആങ്കേഴ്സ്, ഓപ്ഷൻ സി ചെയേഴ്സ്, ഓപ്ഷൻ ഡി ബിയറിംഗ് പ്ലേറ്റ് അല്ലേ. അപ്പം എന്താണ് ക്രീപ്പിംഗ് ഓഫ് റെയിൽ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ക്രീപ്പിംഗ് ഓഫ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ട്രെയിൻ ആണ് അല്ലേ. അപ്പം ഡയറക്ഷൻ ഓഫ് ട്രെയിനിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റിനെയാണ് അല്ലേ നമ്മൾ ക്രീപ്പിംഗ് ഓഫ് റെയിൽ എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ക്രീപ്പിംഗ് ഓഫ് റെയിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ആങ്കേഴ്സ് വെച്ചിട്ടാണല്ലേ നമ്മൾ ക്രീപ്പിംഗ് ഓഫ് റെയിൽ ചെക്ക് ചെയ്യുക. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ദ മിനിമം ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റ് ഫോർ ബ്രോഡ് ഗേജ് ട്രാക്ക് ഇൻ ഇന്ത്യ ഈസ് അല്ലേ. എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ 20 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 30 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 35 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 25 സെൻറ്റിമീറ്റർ അല്ലേ. മിനിമം ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റ് ഫോർ ബ്രോഡ് ഗേജ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരുന്നത്? മിനിമം ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്രോഡ് ഗേജിലേക്ക് എത്രയായിരിക്കും വരിക? ആൻസർ വരുന്നത് എത്രയാണ്? നമുക്ക് റെയിലിൽ തന്നെ ഗേജസിൽ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ. അപ്പം അതിൽ ചോദിച്ചിട്ടുള്ളത് ബ്രോഡ് ഗേജിൻ്റെതാണ്. ബ്രോഡ് ഗേജിൻ്റെ ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡി ആണ് അല്ലേ. 25 സെൻറ്റിമീറ്റർ ആണ് അല്ലേ ഡെപ്ത് ഓഫ് ബെല്ലാസ്റ്റ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 25 സെൻറ്റിമീറ്റർ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം അല്ലേ. 4 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ സൈഡ് സ്ലോപ്പ് ഓഫ് എംബാങ്ക്മെന്റ് ഫോർ റെയിൽവേ ട്രാക്ക് ടേക്കൺ ആസ്. ഓപ്ഷൻ എ 1:2, ഓപ്ഷൻ ബി 2:1, ഓപ്ഷൻ സി 1:4, ഓപ്ഷൻ ഡി 1:3. എത്രയാണ് സൈഡ് സ്ലോപ്പ് നമ്മൾ എടുക്കുക റെയിൽവേയിൽ? എത്രയാണ് സൈഡ് സ്ലോപ്പ് എടുക്കുക? സൈഡ് സ്ലോപ്പിൻ്റെത് ഇതുപോലെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സൈഡ് സ്ലോപ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത് റേഷ്യോയിൽ തന്നെയാണല്ലേ നമ്മൾ എടുക്കുക. ആ ഒരു റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓരോ ഓപ്ഷൻസും വായിക്കുക. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നമ്മൾ സൈഡ് സ്ലോപ്പ് അല്ലേ, സൈഡ് സ്ലോപ്പ് ഫോർ എംബാങ്ക്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് അല്ലേ. 2:1 ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ് ചോദിച്ചത്? ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എൻജിൻ ഈസ് കോൾഡ്. ഏത് ഡിവൈസ് ആണ്? ഓപ്ഷൻ എ ടേൺ ടേബിൾ, ഓപ്ഷൻ ബി
ടേൺ ഔട്ട്, ഓപ്ഷൻ സി സ്കോച്ച് ബ്ലോക്ക്, ഓപ്ഷൻ ഡി ബഫർ സ്റ്റോപ്പ് അല്ലേ. ഏതാണ് ഡിവൈസ് യൂസ്ഡ് ഫോർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എഞ്ചിൻ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എഞ്ചിൻ ആണ് അല്ലേ. ഈ ഒരു എഞ്ചിന്റെ ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ടേൺ ടേബിൾ ആണല്ലേ ആൻസർ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പം എന്താണ് ഈ ഒരു ടേൺ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അല്ലേ, ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടേൺ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് നമുക്ക് എഞ്ചിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ട ഏരിയ എങ്കിൽ ഇവിടെ നമ്മളിപ്പം എഞ്ചിൻ്റെത് വെച്ചിട്ട് ആ ഒരു എഞ്ചിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇത് 360 ഡിഗ്രിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് സ്പേസുള്ള ഏരിയാസിൽ അല്ലേ. അപ്പം അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലോ ട്രയാങ്കിൾസും, അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ട്രയാങ്കിൾസിൽ നമ്മൾ 180 ഡിഗ്രി ഡയറക്ഷൻ ചേഞ്ച് ആണ് വരുന്നത്. ടേൺ ടേബിൾ ആണെങ്കിൽ 360 ഡിഗ്രി ഡയറക്ഷൻ ചേഞ്ച് ആണ് വരുന്നത്. പിന്നെ നമ്മളിവിടെ തന്നിട്ടുള്ളതിൽ സ്കോച്ച് ബ്ലോക്കും ബഫർ സ്റ്റോപ്പും അല്ലേ. അതെന്താണ് ഈ ഒരു സ്കോച്ച് ബ്ലോക്കും ബഫർ സ്റ്റോപ്പും അല്ലേ. ബഫർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും അല്ലേ. ആ ഒരു എൻഡ് പോയിന്റിനെ മാർക്ക് ചെയ്യുന്നതാണ് ബഫർ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് ട്രാക്കിലേക്ക് മൂവ് ചെയ്ത് പോകാണ്ടിരിക്കേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റോപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു ഡെഡ് എൻഡിനെയാണ് നമ്മൾ ബഫർ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് സ്കോച്ച് ബ്ലോക്കും ഉള്ളത്. സ്കോച്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വുഡൻ പീസാണ്. നമ്മളിപ്പോൾ റെയിലിൻ്റെ അത് മൂവ് ചെയ്ത് പോകാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കാറൊക്കെ ഒന്ന് എവിടെയെങ്കിലും നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു സ്ലോപ്പിംഗ് ഏരിയ ഒക്കെ ആണെങ്കിൽ നമ്മളവിടെ ഒരു വുഡൻ പീസ് വെക്കും അല്ലേ, കാറിൻ്റെ ആ ഒരു ടയറിൻ്റെ അടുത്ത്. അപ്പം അതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കണക്ട് ചെയ്യാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതുപോലെ നമ്മൾ ആ ഒരു വെക്കുന്ന ബ്ലോക്കിനെയാണ് നമ്മൾ സ്കോച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഡെഡ് എൻഡിൽ നിന്ന് ട്രെയിൻ പുറത്തേക്ക് മൂവ് ചെയ്ത് പോകാണ്ട് കണ്ടിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വുഡൻ ബ്ലോക്കിനെ അല്ലേ, അല്ലെങ്കിൽ ആ ഒരു വുഡൻ പീസിനെയാണ് നമ്മൾ സ്കോച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ കർവ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യൻ റെയിൽവേ ആണ്. ഏതാണ്? ഓപ്ഷൻ എ പരാബോള, ഓപ്ഷൻ ബി ക്യൂബിക് പരാബോള, ഓപ്ഷൻ സി ക്യൂബിക് സ്പൈറൽ, ഓപ്ഷൻ ഡി ലെമിസ്കേറ്റ് അല്ലേ. നമ്മൾ ഈ ഒരു റെയിൽവേയിൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടൈപ്പ് കർവ് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ക്യൂബിക് പരാബോളയാണ് അല്ലേ. നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് ഈ ഒരു റെയിൽവേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കർവ് എന്ന് പറയുന്നത് ക്യൂബിക് പരാബോളയാണ്. ഓരോന്നിൻ്റെതും റെയിൽവേ ഹൈവേ ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് തന്നെ ഒരു ഷോർട്ട് നോട്ടിലേക്ക് മാറ്റി എഴുതിയിട്ട് നോക്കുന്നതായിരിക്കും നന്നാവുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ദ ടൈപ്പ് ഓഫ് ജോയിന്റ് വേർ എൻഡ് ഓഫ് റെയിൽസ് ആർ സപ്പോർട്ടഡ് ഡയറക്ട്ലി ഓൺ ദ സ്ലീപ്പർ. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ എന്താണ്? സപ്പോർട്ടഡ് ജോയിന്റ്, ഓപ്ഷൻ ബി ബ്രിഡ്ജ് ജോയിന്റ്, ഓപ്ഷൻ സി സസ്പെൻഡഡ് ജോയിന്റ്, ഓപ്ഷൻ ഡി സ്റ്റാഗ്ഡ് ജോയിന്റ് അല്ലേ. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ ജോയിന്റ് വേർ എൻഡ് ഓഫ് റെയിൽസ് ആർ സപ്പോർട്ടഡ് ഡയറക്ട്ലി ഓൺ ദ സ്ലീപ്പർ ആണ് അല്ലേ. സ്ലീപ്പറിൽ ഡയറക്ട്ലി ആ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ജോയിന്റിനെ നമ്മൾ എന്താണ് പറയുക? എന്താണ് നമ്മൾ ആ ഒരു ജോയിന്റിനെ പറയുന്നത്? നമ്മൾ റെയിൽ ജോയിന്റിൽ അതിനെ ഒരുപാട് 2-3 ബേസിക് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓൺ ദ ട്രാക്ക് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സ്ലീപ്പർ വെച്ചിട്ടുള്ളതുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സ്ലീപ്പർ വെച്ചിട്ടുള്ളതിൻ്റെ ആൻസറാണ് നമുക്കിപ്പം അത് കണക്ട് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ് അല്ലേ. ഇത് സ്ലീപ്പർ വെക്കുന്നതിനെ വെച്ചിട്ടാണല്ലേ നമ്മൾ സസ്പെൻഡഡ്, സപ്പോർട്ടഡ്, ബ്രിഡ്ജ് ജോയിന്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ലീപ്പറിൽ തന്നെ ആണ് അത് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുക? അപ്പം ഈ ഒരു ടൈപ്പ് അല്ലേ, ഈ ഒരു ടൈപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിനാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് സസ്പെൻഡഡ് ജോയിന്റ് അല്ലേ. സസ്പെൻഡഡ് ജോയിന്റ് എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7 അല്ലേ. അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ സപ്പോർട്ടഡ് ജോയിന്റ് അല്ലേ. സപ്പോർട്ടഡ്
ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ലീപ്പർ പ്ലേസ് ചെയ്യുന്നത് എക്സാക്ട്ലി ബിലോ ദ ജോയിന്റ് ആയിരിക്കും. അപ്പം ഇവിടെയാണ് ജോയിന്റ് വരുന്നതെങ്കിൽ ഈ ഒരു ജോയിന്റിന്റെ ബിലോ ആയിട്ടായിരിക്കില്ലേ പ്ലേസ് ചെയ്യുക. അപ്പം അത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ബ്രിഡ്ജ് ജോയിന്റ് എന്ന് പറയുന്നത് അല്ലേ, ബ്രിഡ്ജ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സസ്പെൻഡഡ് ജോയിന്റുമായിട്ട് സിമിലർ തന്നെയാണ്. പക്ഷേ നമ്മൾ അതിലൊരു മെറ്റലിന്റെ ഒരു പീസിൽ ഇവിടെ ഇങ്ങനെ ജോയിന്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ബ്രിഡ്ജ് ജോയിന്റ് എന്നുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോക്കുക. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ. നമ്മൾ രണ്ട് എൻഡിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദ ടൈപ്പ് ഓഫ് ജോയിന്റ് വേർ ദ എൻഡ്സ് ഓഫ് ദ റെയിൽസ് ആർ സപ്പോർട്ടഡ് ഡയറക്ട്ലി ഓൺ ദ സ്ലീപ്പർ ആണെങ്കിൽ ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 7. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സപ്പോർട്ടഡ് ജോയിന്റ് ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. 8 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ റെയിൽ ജോയിന്റ് പ്ലേസ്ഡ് at the center of two consecutive sleepers are called അല്ലേ. അതേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ സ്റ്റാഗ്ഡ് ജോയിന്റ്, ഓപ്ഷൻ ബി സസ്പെൻഡഡ് ജോയിന്റ്, ഓപ്ഷൻ സി ബ്രിഡ്ജ് ജോയിന്റ്, ഓപ്ഷൻ ഡി സപ്പോർട്ടഡ് ജോയിന്റ് അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 8 ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, സസ്പെൻഡഡ് ജോയിന്റ് ആണ് വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് റെയിൽ ഈസ് നോൺ ആസ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ. ഓപ്ഷൻ എ ബക്ലിംഗ് ഓഫ് റെയിൽ, ഓപ്ഷൻ ബി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് റെയിൽ, ഓപ്ഷൻ സി ക്രീപ്പ് ഓഫ് റെയിൽ, ഓപ്ഷൻ ഡി വിയർ ഓഫ് റെയിൽ അല്ലേ. അപ്പം എന്താണ് വരിക? ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് ദ റെയിൽ അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് ദ റെയിലിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ, ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ സെക്ഷനിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ക്രീപ്പ് ഓഫ് റെയിൽ അല്ലേ. ക്രീപ്പ് ഓഫ് റെയിൽ എന്നാണ് അതിനെ പറയുക. മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ദ ഫസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ വാസ് റൺ ഇൻ ഏത് ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 1841, ഓപ്ഷൻ ബി 1825, ഓപ്ഷൻ സി 1835, ഓപ്ഷൻ ഡി 1853 അല്ലേ. അപ്പോൾ നമുക്ക് റെയിൽവേയിൽ കുറച്ച് ഇയേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതെന്തായാലും പറ്റുകയാണെങ്കിൽ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെയിൽ അല്ലേ ഇൻ ഇന്ത്യ വാസ് റൺ ഇൻ ഏത് ഇയർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇയർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ, 1853 ആണ്. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10 ഏതാണ് മന്ത് വരുന്നത്? 1853 ഏപ്രിൽ 16 ആണ് അല്ലേ വരുന്നത്. അതുപോലെ ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്നും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. മുംബൈ ടു താനെയാണ് അല്ലേ. താനെയാണ് ഡിസ്റ്റൻസ് 33 കിലോമീറ്റർ അല്ലേ. അപ്പം മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇയേഴ്സ് അതായത് GK കാര്യങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒന്നും ചോദിക്കില്ലെങ്കിലും ജനറലായിട്ട് ചോദിക്കില്ല എന്നേ ഉള്ളൂ. നമ്മളെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പം റെയിൽവേൻ്റെ ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലോർഡ് ഡെൽഹൌസി ആണ് അല്ലേ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ്? ദി ഇന്ത്യൻ റെയിൽവേ ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു എത്ര സോൺ ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര സോൺ ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേനെ? എത്ര സോൺ ആണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമുണ്ട്, എന്നാലും നിങ്ങൾക്ക് അറിയാവുന്നുള്ളത് നോക്കുക. ഓപ്ഷൻസിലെ ഓപ്ഷൻ എ 12 സോൺ, ഓപ്ഷൻ ബി 8 സോൺ, ഓപ്ഷൻ സി 6 സോൺ, ഓപ്ഷൻ ഡി 16 സോൺ അല്ലേ. അപ്പം എത്രയാണ് ഇന്ത്യൻ റെയിൽവേയിലുള്ള സോൺസിൻ്റെ എണ്ണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഒരു വാല്യൂ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളടുത്ത് ഈ ഒരു ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആൻസർ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഇതിൽ 4 ഓപ്ഷൻസും റോങ് ആണ്. നമുക്കിതിൽ കറക്റ്റ് ആൻസർ വരുന്നത്
ആൻസർ വരുന്നത് എത്രയാന്ന് പറഞ്ഞാൽ 19 സോണാണ് കേട്ടോ. 19 സോണാണ് ഇന്ത്യൻ റെയിൽവേയിൽ കറണ്ടായിട്ട് ഉള്ളത്. അതായത് 17 മെയിൻ സോണും 17 മെയിൻ സോണും അതുപോലെ തന്നെ +2 മെട്രോ സോണും, അങ്ങനെയാണ് ഈ ഒരു 19 എന്നുള്ളത് വരുന്നത്. നോക്കി വെക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പം ഈ ഒരു സോണിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാണ്ടാവില്ല, അത് വേരിയിങ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആക്കി വെക്കുക. അപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 17 മെയിൻ സോണും +2 മെട്രോ സോൺസുമാണുള്ളത്. അപ്പം ഈ ഒരു 19 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. 19 സോൺസ് ആണ് ഇന്ത്യൻ റെയിൽവേയിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 12 ചോദിച്ചിട്ടുള്ളത് ദ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്നർ ഫേസ് ഓഫ് റെയിൽ നിയർ ദയർ ടോപ്പ് ഈസ് നോൺ ആസ് ഡാഷ് ഓഫ് ട്രാക്ക് അല്ലേ. എന്താണ് അതിനെ പറയുന്നത്? ഓപ്ഷൻ എ ഗേജ്, ഓപ്ഷൻ ബി ബല്ലാസ്റ്റസസ്, ഓപ്ഷൻ സി ഫോർമേഷൻ വിഡ്ത്ത്, ഓപ്ഷൻ ഡി ക്ലിയർ വിഡ്ത്ത് അല്ലേ. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഇന്നർ ഫേസിലുള്ള ആ ഒരു ഡിഫറൻസിന് അല്ലേ, അതിന് നമ്മൾ പറയുന്നതാണ് ഗേജ് എന്ന് അല്ലേ. നമ്മളിപ്പോൾ കുറച്ചുകൂടെ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പം അതിൽ നമ്മൾ ഗേജ് എന്ന് പറഞ്ഞ കാര്യം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം മനസ്സിലായല്ലോ. ആ ഒരു ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്നർ ഫേസ് ഓഫ് ദ റെയിലിനെയാണ് നമ്മൾ ഈ ഒരു ഗേജ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇന്നർ ഫേസ് ഓഫ് ദ റെയിലിന്റെ ആ ഒരു ക്ലിയർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 12ന്റെ ആൻസർ. പിന്നെ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജിന്റെ വാല്യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ദ ഫസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ വാസ് റൺ ബിറ്റ്വീൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഡൽഹി ആൻഡ് കൊൽക്കട്ട, ഓപ്ഷൻ ബി മുംബൈ ആൻഡ് താനെ, ഓപ്ഷൻ സി മുംബൈ ആൻഡ് കൊൽക്കട്ട, ഓപ്ഷൻ ഡി ഡൽഹി ആൻഡ് മുംബൈ അല്ലേ. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഫസ്റ്റ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. മുംബൈ ടു താനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ദ റെയിൽവേ സിസ്റ്റം ഓഫ് ഇന്ത്യ ഈസ് ദ ഡാഷ് ലോങ്സ്റ്റ് ഇൻ ദ വേൾഡ് അണ്ടർ എ സിംഗിൾ മാനേജ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നത് സെക്കൻഡ്, ഓപ്ഷൻ ബി ഫോർത്ത്, ഓപ്ഷൻ സി ഫസ്റ്റ്, ഓപ്ഷൻ ഡി തേർഡ് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. അറ്റ് ദ ടൈം ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേ ഇൻ ഇന്ത്യ ആഫ്റ്റർ ലോങ് കൺസ്ട്രവേഴ്സി ദ ഗേജ് അഡോപ്റ്റഡ് ആസ് ദ സ്റ്റാൻഡേർഡ് ഗേജ് വാസ് ലെസ്. സ്റ്റാൻഡേർഡ് ഗേജ് എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ 1.843 മീറ്റർ, ഓപ്ഷൻ ബി 1.646 മീറ്റർ, ഓപ്ഷൻ സി 1.435 മീറ്റർ, ഓപ്ഷൻ ഡി 1.524 മീറ്റർ അല്ലേ. ഏതാണ് സ്റ്റാൻഡേർഡ് ഗേജ് വരുന്നത്? അപ്പം നമ്മൾ പറഞ്ഞില്ലേ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൽ സ്റ്റാൻഡേർഡ് ഗേജ് അല്ലേ, ഏതാണ് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് നമ്മൾ പറയാറുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. സ്റ്റാൻഡേർഡ് ഗേജ് അല്ലേ. സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് നമ്മൾ പറയുന്നത് ഈ തന്നിട്ടുള്ളതിൽ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1.676 അല്ലേ. 1.676 ആണ്. ഇത് നമ്മൾ ബ്രോഡ് ഗേജ് എന്ന് പറയും അല്ലേ. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ബ്രോഡ് ഗേജ് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വരിക, 1.676 മീറ്റർ അല്ലേ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ ബ്രോഡ് ഗേജ് ഈസ് ഡാഷ് വൈഡ് എന്നാണ്. ഓപ്ഷൻ എ 0.762 മീറ്റർ, ഓപ്ഷൻ ബി 1.676 മീറ്റർ, ഓപ്ഷൻ സി 0.6096 മീറ്റർ, ഓപ്ഷൻ ഡി 1 മീറ്റർ. ഏതാണ് ബ്രോഡ് ഗേജിൻ്റെത് വരുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഓപ്ഷൻ ബി തന്നെയാണ്. 1.676 മീറ്റർ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ഫോർ മെയിൻ സിറ്റീസ് ആൻഡ് റൂട്ട്സ് ഓഫ് മാക്സിമം ഇന്ത്യൻ സിറ്റീസ് ദ ടൈപ്പ് ഓഫ് ഗേജ് അഡോപ്റ്റഡ് ഈസ്. ഏതാണ് വരുന്നത് മെയിൻ സിറ്റീസിലൊക്കെ? ഓപ്ഷൻ എ all of these, option B meter gauge, option C narrow gauge, option D broad gauge അല്ലേ.
ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 17 ആൻസർ വരുന്നത്? മെയിൻ സിറ്റീസും അതുപോലെ തന്നെ മാക്സിമം ഇൻറ്റൻസിറ്റീസ് ഉള്ള ഏരിയാസിൽ അല്ലേ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഗേജ് ആണ് അഡോപ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോഡ് ഗേജ് തന്നെയാണ് അല്ലേ വരുന്നത്. ബ്രോഡ് ഗേജ് തന്നെയാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. നമ്മൾ മെയിൻ സിറ്റീസിൽ അതുപോലെ തന്നെ റൂട്ട് ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ള ഏരിയാസിൽ അല്ലേ. അപ്പം എത്രയാണ് വരുന്നത്? 96 to 120 km/h അല്ലേ ഇൻറ്റൻസിറ്റീൻ്റെത്. അതും കൂടെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനത്തെ ഏരിയാസിൽ നമ്മൾ കൊടുക്കുന്നത് ബ്രോഡ് ഗേജ് ആണ്. ബ്രോഡ് ഗേജിൻ്റെത് നമ്മളിപ്പോൾ പറഞ്ഞു 1.676 മീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. SI യൂണിറ്റിൻ്റെ ലെങ്ത് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 അല്ലേ. 18 ആണ്. ദ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദ ഫിനിഷ്ഡ് സർഫസ് ഓഫ് എർത്ത് വർക്ക് ഫോർ റെയിൽവേ ട്രാക്ക് ഇൻ എംബാക്ക്മെൻറ്റ് ഓർ ഇൻ കട്ടിംഗ് ഈസ് കോൾഡ്. എന്താണ് നമ്മൾ പറയുക? ഓപ്ഷൻ എ സബ് ബേസ്, ഓപ്ഷൻ ബി ബേസ്, ഓപ്ഷൻ സി സബ് ഗ്രേഡ്, ഓപ്ഷൻ ഡി ഫോർമേഷൻ അല്ലേ. എന്താണ് നമ്മൾ ഇതിനെ പറയുക? ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. നമ്മൾ ആൻസർ പറയുന്നത് ഫോർമേഷൻ ലെവലാണ് അല്ലേ. 18 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ സിഗ്നൽ വിച്ച് ഇൻഡിക്കേറ്റ് വെൻ ദ പ്ലാറ്റ്ഫോം ഈസ് ക്ലിയർ ടു റിസീവ് ദ ട്രെയിൻ അല്ലേ. അപ്പം ആ സിഗ്നലിനെ നമ്മൾ എന്താണ് പറയുക? പ്ലാറ്റ്ഫോം ഈസ് ക്ലിയർ ടു റിസീവ് ദ ട്രെയിൻ ആണ് അല്ലേ. അപ്പം ആ ഒരു സിഗ്നൽ നമ്മൾ പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഓരോ ഓപ്ഷൻസ് ആയിട്ട് വായിക്കാം. ഓപ്ഷൻ എ വരുന്നത് ഓപ്ഷൻ എ ഔട്ടർ സിഗ്നൽ, ഓപ്ഷൻ ബി ഗ്രൗണ്ട് സിഗ്നൽ, ഓപ്ഷൻ സി ഹോം സിഗ്നൽ, ഓപ്ഷൻ ഡി സ്റ്റാർട്ടർ സിഗ്നൽ അല്ലേ. ഏതാണ് ആൻസർ വരിക? ആദ്യ സിഗ്നൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് വെദർ ദ പ്ലാറ്റ്ഫോം ഈസ് ക്ലിയർ ടു റിസീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സിഗ്നലിനെയാണ് നമ്മൾ പറയുന്നത് ഹോം സിഗ്നലിന് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 19 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹോം സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ റിസപ്ഷൻ സിഗ്നലിൽ വരുന്നതാണല്ലേ ഹോം സിഗ്നലും ഔട്ടർ സിഗ്നലും. അപ്പം ഇവിടെ ഹോം സിഗ്നലാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അറ്റ് ദ ഡോർ സ്റ്റേഷൻ അല്ലേ, ദ ഡോർ ഓഫ് ദ സ്റ്റേഷനിലാണ് നമ്മൾ ഹോം സിഗ്നൽ കൊടുക്കുക. മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. സ്ലീപ്പ് അറ്റ് ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സ്ലീപ്പർ കട്ട് അറ്റ് ദ റെയിൽ സീറ്റ് ടു പ്രൊവൈഡ് എ സ്ലോപ്പ് വിച്ച് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ബോക്സിംഗ്, ഓപ്ഷൻ ബി ക്രീപ്പ്, ഓപ്ഷൻ സി കോണിംഗ് ഓഫ് വീൽ, ഓപ്ഷൻ ഡി അഡ്സിംഗ് അല്ലേ. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 21 നോക്കാം. ടു ഹോൾഡ് ദ അഡ്ജോയിനിങ് എൻഡ്സ് ഓഫ് rails in correct horizontal and vertical planes, the rail fastening used are option A tongue rail, option B fish plates, option C heel, option D key അല്ലേ. ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 21 ആൻസർ വരുന്നത്? To hold the adjoining ends of the rail in correct horizontal and vertical planes, rail fastening used are. ഏതാണ്? റെയിൽ ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ് എന്നുള്ള ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ റെയിൽ ഫാസ്റ്റനിങ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏതാണിത് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ഫിഷ് പ്ലേറ്റ് ആണല്ലേ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഫിഷ് പ്ലേറ്റ് ആണ് അല്ലേ. എന്താണ് ഫിഷ് പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു ടേം തന്നെയാണ്. ജോയിൻ 2 റെയിൽസ് ഇൻ കറക്റ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ അല്ലേ. 2 റെയിൽസ് ഇൻ കറക്റ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഫിഷ് പ്ലേറ്റ്സ് ആണ്. മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. granular material which is used in packing under and around the sleepers is known as അല്ലേ. ഏതാണ്? ഓപ്ഷൻ എ ബ്ലോക്സ്, ഓപ്ഷൻ ബി ചെയർ, ഓപ്ഷൻ സി കീ, ഓപ്ഷൻ ഡി ബല്ലാസ്റ്റ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 22 ഏതാണ് ആൻസർ വരുന്നത്? ലാസ്റ്റ് കഴിഞ്ഞ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ആൻസർ വരുന്നത് ഏതാണ്? the granular material which is used in packing under and around the sleepers ആണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ഗ്രാനുലാർ മെറ്റീരിയൽ വരുന്നത്? ആൻസർ
വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 22 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ, ബെല്ലാസ്റ്റ് ആണ് അല്ലേ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ലാറ്ററൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ ബെല്ലാസ്റ്റ് ഇതേ രീതിയിൽ. അപ്പം ഇതാണ് ആൻസർ വരിക. ഗ്രാനുലാർ മെറ്റീരിയൽ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ പാക്കിംഗ് അണ്ടർ ആൻഡ് അറൌണ്ട് ദ സ്ലീപ്പേഴ്സ് ആണ് അല്ലേ. അല്ലെങ്കിൽ വേറൊരു ടേം പറയുകയാണെങ്കിൽ നമ്മൾ ലൂസ് ബെല്ലാസ്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് അല്ലേ സൈഡ്സ് ഓഫ് ദ സ്ലീപ്പേഴ്സിൽ. ഇങ്ങനെയാണ് സ്ലീപ്പർ എന്നുള്ളതെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിയാമല്ലേ, നിങ്ങളിങ്ങനെ ബെല്ലാസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും സ്ലീപ്പറിൻ്റെ സൈഡിൽ. അപ്പം അതിനെയാണ് കൊളാറ്ററൽ സ്റ്റെബിലിറ്റി എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയേക്കുക. അതിനെയാണ് നമ്മൾ ബെല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ബെല്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെയർ ഓഫ് ബ്രോക്കൺ സ്റ്റോൺ, അതുപോലെ തന്നെ ഗ്രാവല്, സാൻഡ്, ഇതിനൊക്കെ നമ്മൾ ആ ഒരു ബെല്ലാസ്റ്റ് പറയാം. നമ്മൾ ബെല്ലാസ്റ്റ് എവിടെയാണ് കൊടുക്കുക? ലേഡ് ബിലോ ആൻഡ് അറൌണ്ട് ദ സ്ലീപ്പേഴ്സ് ആണ്. എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് ദ സ്ലീപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗിവിങ് സ്റ്റെബിലിറ്റി ടു ദ ട്രാക്ക് അല്ലേ. അപ്പം അതുപോലെ തന്നെ പ്രോപ്പർ ഡ്രെയിനേജിന്, ട്രാക്കിൽ പ്രോപ്പർ ഡ്രെയിനേജിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബെല്ലാസ്റ്റ് കൊടുക്കും, മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. ദ പ്രോസസ് ഓഫ് ഫില്ലിംഗ് ബെല്ലാസ്റ്റ് അറൌണ്ട് ദ സ്ലീപ്പേഴ്സ് ഈസ് നോൺ ആസ് ഓപ്ഷൻ എ പാക്കിംഗ്, ഓപ്ഷൻ ബി കവറിംഗ്, ഓപ്ഷൻ സി ലേയിങ്, ഓപ്ഷൻ ഡി ബോക്സിംഗ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? പ്രോസസ് ഓഫ് ഫില്ലിംഗ് ദ ബെല്ലാസ്റ്റ് അറൌണ്ട് ദ സ്ലീപ്പേഴ്സ് അല്ലേ. അപ്പം നമ്മളിപ്പം സ്ലീപ്പേഴ്സിൽ എറൗണ്ടായിട്ട് നമ്മളിങ്ങനെ കൊടുക്കില്ലേ, ബെല്ലാസ്റ്റ് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് അല്ലേ ബോക്സിംഗ് എന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. 24 എന്താണ്? ദ പ്രോസസ് ഓഫ് റാമിംഗ് ബെല്ലാസ്റ്റ് അണ്ടർ നെർത്ത് ഓഫ് ദ സ്ലീപ്പർ ഈസ് നോൺ ആസ്. അതിന് നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ പ്ലേസിംഗ്, ഓപ്ഷൻ ബി ബോക്സിംഗ്, ഓപ്ഷൻ സി പാക്കിംഗ്, ഓപ്ഷൻ ഡി കവറിംഗ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 24 ആൻസർ വരുന്നത് എന്താണ്? പ്രോസസ് ഓഫ് റാമിംഗ് ബെല്ലാസ്റ്റ് അല്ലേ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്ഷൻ എ പ്ലേസിംഗ് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്ലേസിംഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 നോക്കാം. മെമ്പേഴ്സ് വിച്ച് ആർ ലെയ്ഡ് ട്രാൻസ്വേഴ്സ്ലി അണ്ടർ ദ റെയിൽ ഈസ് നോൺ ആസ് അല്ലേ. എന്താണ് നമ്മൾ പറയുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ബെല്ലാസ്റ്റ്, ഓപ്ഷൻ ബി വരുന്നത് സ്ലീപ്പർ, ഓപ്ഷൻ സി ഫിഷ് ബോൾട്ട്, ഓപ്ഷൻ ഡി ബ്ലോക്സ് അല്ലേ. അപ്പം അതിന് നമ്മൾ എന്താണ് പറയുക? മെമ്പേഴ്സ് വിച്ച് ആർ ലെയ്ഡ് ട്രാൻസ്വേഴ്സ്ലി അണ്ടർ ദ റെയിൽ ഈസ് നോൺ ആസ്. എന്താണ് നമ്മൾ പറയുക? ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. എന്താണ് അതിന് നമ്മൾ പറയുന്നതാണ് അല്ലേ സ്ലീപ്പർ എന്ന് പറഞ്ഞിട്ട്. സോറി, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 24 മാർക്ക് ചെയ്ത ആൻസർ എ അല്ല കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പാക്കിംഗ് എന്നാണ് അതിന് പറയുക. പ്രോസസ് ഓഫ് റാമിംഗ് ബെല്ലാസ്റ്റ് അണ്ടർ നെർത്ത് ഓഫ് ദ സ്ലീപ്പർ ഈസ് നോൺ ആസ് പാക്കിംഗ് ആണ് വരിക. അല്ലെങ്കിൽ പാക്കിങ്ങിന്റെ വേറൊരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്റ്റഡ് ബെല്ലാസ്റ്റ് കുഷ്യൻസ് അണ്ടർ ദ സ്ലീപ്പർ എന്ന് കണ്ടു കഴിഞ്ഞാലും പാക്കിംഗ് തന്നെയാണ് ആൻസർ വരിക. പറഞ്ഞതൊന്നും മാറിപ്പോയിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25ലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ മെമ്പേഴ്സ് വിച്ച് ആർ ലെയ്ഡ് ട്രാൻസ്വേഴ്സ്ലി അണ്ടർ ദ റെയിൽ ഈസ് നോൺ ആസ്. ട്രാൻസ്വേഴ്സ്ലി കൊടുക്കുന്നതിന് എന്താണ് പറയുക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, സ്ലീപ്പർ ആണ് അല്ലേ ആൻസർ വരിക. ദ മെമ്പേഴ്സ് വിച്ച് ആർ ലെയ്ഡ് ട്രാൻസ്വേഴ്സ്ലി അണ്ടർ ദ റെയിൽ ഈസ് നോൺ ആസ് സ്ലീപ്പേഴ്സ് ആണ്. അപ്പം നമ്മൾ സ്ലീപ്പേഴ്സ് എന്തിനാണ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സ്ലീപ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നത് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടിയിട്ട് അല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും. റെയിൽ ടു ബെല്ലാസ്റ്റിലേക്ക് അല്ലേ, ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ഫ്രം റെയിൽ ടു ബെല്ലാസ്റ്റ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക സ്ലീപ്പർ കൊടുക്കുന്നത് കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു പെർമനന്റ് വേക്ക് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗേജ് എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഇന്നർ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയാം. ആ ഒരു ഗേജിനെ മെയിൻറ്റെയിൻ കറക്റ്റ് ഗേജ് അല്ലേ, നമ്മൾ പ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ നമ്മൾ ഏത് ഗേജാണോ കൊടുത്തത് ആ ഒരു ഗേജിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ട് സ്ലീപ്പേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഇലാസ്റ്റിക് മീഡിയം ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കാം. 26 എന്താണ്? വെൻ ദ വീൽ ഓഫ് ദ ട്രെയിൻ ഗെറ്റ്സ് ഔട്ട് ഓഫ് ദ റെയിൽ ഇറ്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ സ്റ്റോക്ക് റെയിൽ, ഓപ്ഷൻ ബി ക്രീപ്പ് ഓഫ് റെയിൽ, ഓപ്ഷൻ സി പ്ലേറ്റ് ലേയിങ്, ഓപ്ഷൻ ഡി ഡീറെയിൽമെന്റ്. അല്ലേ? അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? വെൻ ദ വീൽ ഓഫ് ദ ട്രെയിൻ ഗെറ്റ്സ് ഔട്ട് ഓഫ് ദ റെയിൽ ആണ്. അല്ലേ? ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ് വരുന്നത്? ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 26 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അല്ലേ? ഡീറെയിൽമെന്റ് എന്നാണല്ലോ നമ്മൾ ഇതിനെ പറയാം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെയിൽവേ എഞ്ചിനീയറിംഗിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ പറ്റുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ആൻസർ കണ്ടുപിടിക്കുക. അപ്പം ഇന്നത്തെ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതാം, നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇന്നത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാനൊരു ബ്ലാങ്ക് പേജിൽ എഴുതാം. ക്വസ്റ്റ്യൻ ഇതാണ്: വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ്. വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ് ഏതാണ്? നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഗേജ് പറഞ്ഞു അല്ലേ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഗേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? ബ്രോഡ് ഗേജ് ആണ് അല്ലേ? 1.676 മീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ് നമ്മൾ പറയും അല്ലേ? അപ്പം വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജിന്റെ ലെങ്ത് അല്ലേ? വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജിന്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് എത്രയാണെന്ന് ഒന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് പറ്റുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എന്നുള്ളൊരു സെക്ഷനിൽ നിങ്ങൾക്കായിട്ടുള്ളൊരു വർക്ക് തന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ സെക്ഷൻ വരുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് നിങ്ങൾ പറ്റുകയാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തം വർക്കൗട്ട് ചെയ്യുക അല്ലെ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ആൻസർ ചെയ്യാം. നമ്മളിപ്പം ഗ്രൂപ്പിൽ ക്ലാസ് നമ്മൾ ടെലിഗ്രാം ചാനൽ ഇൻട്രാക്റ്റീവ് സെക്ഷനായിട്ട് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കമൻറ്റ് സെക്ഷനിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട് സർക്കിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി പോലെയൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളൊരു ടൈമിൽ ഡള്ളായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരാൾ കുറച്ചുകൂടെ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്തൊക്കെ നമുക്കത് പഠിക്കാൻ കുറച്ചുകൂടെ ഇൻസ്പയർഡ് ആയിരിക്കും അല്ലേ? അപ്പം അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ പഠിക്കുന്ന ഏരിയയിൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാം അല്ലേ? നിങ്ങളൊരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, 4 ഓപ്ഷൻസ് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് 1 വീക്ക് 2 വീക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലൂടെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏരിയാസ് കവർ ചെയ്യാനും പറ്റും അല്ലേ? ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.